വൈക്കം പള്ളിപ്രത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കി മാറ്റിയ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആന്റണി 2 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നു. ശതാബ്ദി നിറവിലേക്കെത്തുന്ന പള്ളിപ്രത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി 2004 സെബാസ്റ്റ്യൻ ആന്റണി ചുമതലയേൽക്കുന്നത്. തികഞ്ഞ സാമ്പത്തിക അച്ചടക്കത്തോടെ ഭരണസമിതിയും ജീവനക്കാരും ഏകോപനത്തോടെ പ്രവർത്തിച്ചതുമൂലമാണ് 6 കോടിയിൽ നിന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ 130 കോടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്ന് ബാങ്ക് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആന്റണി. ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും വൈക്കം പള്ളിപ്രത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ വൈക്കത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കി മാറ്റിയ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആന്റണിയാണ് 2 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന് ശേഷം പടിയിറങ്ങുന്നത്. ശതാബ്ദി നിറവിലേക്കെത്തുന്ന പള്ളിപ്രത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി 2004 സെബാസ്റ്റ്യൻ ചുമതലയേൽക്കുന്നത്. കേരള കോൺഗ്രസ് എം അംഗമായി മത്സരിച്ച് ടി.വി. പുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നേതൃത്വ പാഠവും പ്രകടമാക്കിയ കാലത്താണ് നാട്ടുകാർ സാൻഡി എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ ആന്റണി ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം കൂടി ഏറ്റെടുക്കുന്നത്. 6 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ബാങ്കിനെ മികച്ച പ്രവർത്തനത്തിലൂടെ പടിപടിയായി ഉയർത്തി സംസ്ഥാനത്തെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സംഘത്തിനുള്ള ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് 2010 നേടി. ഇതിനു പുറമെ ജില്ലയിൽ 1ാം സ്ഥാനവും 2011-12 വർഷങ്ങളിൽ 2ാം സ്ഥാനവും നേടി. പ്രവർത്തന മികവ് കണക്കിലെടുത്ത ബാങ്ക് 2ാം ക്ലാസ്സിൽ നിന്നും ക്ലാസ് 1 സൂപ്പർ ഗ്രേഡായി ഉയർത്താനും കഴിഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടെ ബാങ്ക് കെട്ടിടമടക്കം നവീകരിച്ച് വായ്പകളും നിക്ഷേപ പദ്ധതികളും ഏറെ ആകർഷകമാക്കി. ടി.വി. പുരത്തും സമീപത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിനായി വിവിധ പദ്ധതികളിലൂടെ ടോയ്ലറ്റ് ബ്ലോക്ക്, കമ്പ്യൂട്ടറുകൾ, വർത്തമാന പത്രങ്ങൾ, കുടവിതരണം തുടങ്ങി നിരവധി സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനു പുറമെ ടി.വി. പുരം പാലിയേറ്റീവ് കെയറിലേക്ക് ആംബുലൻസ്, രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയും നൽകി. ബാങ്കിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ശതാബ്ദി സ്മാരക മന്ദിരമായി മൾട്ടി സർവീസ് സെന്ററിന്റെ നിർമ്മാണവും ആരംഭിച്ചു. വൈക്കം നഗരസഭാ മധ്യത്തിൽ 4.5 കോടി രൂപയ്ക്ക് വാങ്ങിയ 48 സെന്റിൽ 65,000 ചതുരശ്ര അടിയിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. 3 വർഷമായി വായ്പാ കുടിശ്ശിക ഉയർന്നതിനാൽ ലാഭവിഹിതം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ഇക്കാര്യം വൈകാതെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സെബാസ്റ്റ്യൻ ആന്റണി പറഞ്ഞു. നമ്മൾ ആദ്യം ബാങ്കിലെ ക്ലാസ് 2-ലായിരുന്നു നമ്മുടെ ബാങ്ക് 2004 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ഏറ്റവും വലിയ ഗ്രേഡായ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിലേക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് എത്തിക്കുവാനായിട്ട് സാധിച്ചു. തികഞ്ഞ സാമ്പത്തിക അച്ചടക്കത്തോടെ ഭരണസമിതിയും ജീവനക്കാരും ഏകോപനത്തോടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ചത് മൂലമാണ് 6 കോടിയിൽ നിന്ന് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ 130 കോടിയിലേക്ക് എത്തിക്കാനായതെന്ന് ബാങ്ക് പ്രസിഡന്റ് പറയുന്നു. അന്ന് സാമ്പത്തിക ഏതാണ്ട് 6 കോടി രൂപയുടെ ആയിരുന്നു ഇടപാടുകൾക്ക് നടന്നിരുന്നതെങ്കിൽ അതിന്നിപ്പം 130 കോടി രൂപ വരെ നടക്കുന്ന കാര്യത്തിലേക്ക് എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും വഹിച്ച സാൻഡി സഹകരണ സംഘത്തെ പ്രവർത്തനങ്ങളിൽ താൽക്കാലിക അവധി നൽകി രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഇനി സജീവമാകാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, വൈക്കം. 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,